എൻകൗണ്ടർ അവസാന ഘട്ടത്തിലേക്ക് ശ്രീ വി ടി ബൽറാം, ഇവിടെ പ്രകാശൻ മാഷ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടി. ഒന്ന്, ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരാര് എന്ന് ന്യൂനപക്ഷത്തിന് മനസ്സിലായിരിക്കുന്നു, അവരുടെ മനസ്സിലുണ്ടാര് എന്നത്. അതുകൊണ്ട് ആ ആത്മവിശ്വാസമാണ് പാർട്ടി ചിഹ്നമായി വരുന്നത് അവിടേക്ക്. ഒന്ന്. രണ്ട്, ലീഗിന്റെ പല നിലപാടുകളും മുന്നണി തീരുമാനങ്ങൾക്ക് മുൻപേ തന്നെ ലീഗ് പ്രഖ്യാപിക്കുന്നു. അതെന്തുകൊണ്ടാണ്? സീറ്റുകളിൽ നിങ്ങളോട് വഴങ്ങിയിട്ടുണ്ടാകും, നിലപാടുകളിൽ വഴങ്ങിയിട്ടില്ല. ആ നിലപാടെന്ന് പറയുന്നത് ലീഗിന്റെ മാത്രം, UDF-നകത്ത് മാത്രം പരീക്ഷിക്കപ്പെട്ട് നിൽക്കുന്നതുമല്ല എന്നിപ്പോൾ ലീഗിന്റെ ബോധ്യമുണ്ട്. പുറത്തു നിൽക്കുന്ന വിഭാഗങ്ങളുണ്ട്, അവരെ പ്രതിനിധീകരിക്കുന്നില്ല ഈ മുന്നണി, കോൺഗ്രസ് എന്ന വിമർശനം വരുന്നുണ്ട്. അതിൻ്റെ ആ പറയുന്ന വികാരത്തെ ഉൾക്കൊള്ളാനുള്ള ബാധ്യത UDF-നെ പലപ്പോഴും ഭേദിച്ച് ലീഗിന് ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇതെല്ലാം ഉണ്ട് പ്രകാശൻ മാസ്റ്ററുടെ വിശകലനത്തിൽ. മറുപടി അങ്ങയുടെ. ഞാൻ ശ്രീ പ്രകാശൻ സംസാരിച്ച ചില നിലവാരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റം സങ്കടകരമാണ്. അദ്ദേഹം പോരാളി ഷാജിയുടെ നിലവാരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ ഇവിടെ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കരുത്. അദ്ദേഹം കേരളത്തിലെ KPCC പ്രസിഡന്റിനെ കുറിച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവർ പറഞ്ഞു നടക്കുന്ന നുണപ്രചരണം ചർവിത ചർവണമായിട്ട് ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു KPCC പ്രസിഡന്റ് വേണമെങ്കിൽ ഞാൻ BJP-യിൽ പോകും എന്ന് പറഞ്ഞു എന്ന്. നിങ്ങളും ഞാനും ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം പൊതുസമൂഹവും ആ പ്രസംഗവും ആ ഇൻ്റർവ്യൂവും ഫുൾ സെൻറ്റൻസ് കേട്ടതല്ലേ. അതിൽ ആദ്യത്തെ ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഇങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഉണ്ടാക്കാൻ മാത്രമുള്ള നിലവാരമില്ലായ്മ ഇവർക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവുമോ? അന്ന് കെ സുധാകരൻ എന്താ പറഞ്ഞത്? BJP-ക്ക് പോകണമെന്ന് തോന്നിയാൽ എനിക്ക് ആരുടെയും സമ്മതം വേണ്ട, പക്ഷേ ഞാൻ പോവില്ല, കാരണം അതെൻ്റെ രാഷ്ട്രീയമാണ്, എൻ്റെ ബോധ്യമാണ്, എൻ്റെ കോൺഗ്രസിനോടുള്ള പ്രതിബദ്ധതയാണ്. അതിൻ്റെ പേരിൽ ഞാൻ പോകില്ല എന്ന് പറയുന്ന ഒരു മുഴുവൻ സെൻറ്റൻസിൽ നിന്ന് ആദ്യത്തെ 10 സെക്കൻഡ് മാത്രം അടർത്തിയെടുത്ത് ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചോട്ടെ. അത് ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇതുപോലുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് പറയുന്നത് എത്ര ബാലിശമാണ്. അതേപോലത്തെ അദ്ദേഹം പറഞ്ഞു RSS ശാഖയ്ക്ക് കാവൽ നിന്നുവെന്ന്. അത് ഏത് കാലഘട്ടത്തെക്കുറിച്ച് ശ്രീ കെ സുധാകരൻ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിതകാലത്തെ കുറിച്ചാണ്. അത് 1970-കളിലാണ്. അന്ന് ശ്രീ കെ സുധാകരൻ എന്ന് പറയുന്നത് സംഘടനാ കോൺഗ്രസിന്റെ ഭാഗമാണ്. ഇന്ദിരാഗാന്ധിക്കെതിരെ നിലപാടെടുത്തതിന്റെ ഭാഗമായിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടക്കാനടക്കം അവസരമുണ്ടായ ആളാണ് കെ സുധാകരൻ. അന്ന് അദ്ദേഹത്തോടൊപ്പം ജയിലിൽ കിടന്ന ആളാണ് BJP-യുടെ നേതാവായ ജനസംഘത്തിന്റെ നേതാവായ O രാജഗോപാൽ. അതിനൊക്കെ ശേഷം RSS-ഉം ഈ CPM-ഉം അടക്കം ഒന്നിച്ചു ചേർന്ന് മത്സരിച്ചിട്ടാണ് 77-ലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ കൂത്തുപറമ്പെന്ന് MLA ആയിട്ട് ജയിച്ചു വരുന്നത്. ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് ഇതാ ഈ അടുത്ത കാലത്ത് സംഭവിച്ചൊരു കാര്യം എന്ന നിലയിൽ അവതരിപ്പിക്കാൻ മാത്രമുള്ള ബാലിശമായിട്ടുള്ള നിലവാരമില്ലായ്മ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇനിയെങ്കിലും തിരുത്തണമെന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ, ഏത് വിഷയത്തിലാണ് UDF-ൽ കോൺഗ്രസും മുസ്ലിം ലീഗും വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങളിലേക്ക് പോയിട്ടുള്ളത്? ഫലസ്തീൻ വിഷയത്തിൽ ഏറ്റവും ആർജവത്തോടു കൂടിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ അത് ലീഗ് മാത്രമല്ല, വിവിധ മുസ്ലിം സംഘടനകൾ ഒരുപോലെ അംഗീകരിക്കുകയാണ് ചെയ്തത്. കോഴിക്കോട്ട് ഞങ്ങളൊരു മഹാസമ്മേളനം നടത്തിയപ്പോൾ ജിഫ്രി തങ്ങൾ നേരിട്ട് സമസ്തയുടെ നേതാവ് അവിടെ കടന്നു വന്നു. അവിടെ AP വിഭാഗം സമസ്തയുടെ നേതാവായിട്ടുള്ള അബ്ദുൽ ഹക്കീം അസ്ഹരി അടക്കമുള്ള ആളുകൾ CAA വിഷയത്തിലുള്ള അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് വിഷയവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ വേദിയിലേക്കാണ് കടന്നു വന്നത്. ഇതിൻ്റെയൊക്കെ പേരിൽ CPM-ഉം ഇതുപോലെ സെമിനാറുകൾ നടത്തിയിരുന്നല്ലോ. ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത്? ഏതെല്ലാം സ്റ്റേച്ചറിലുള്ള ആളുകളാണ് പങ്കെടുത്തത്? അതേ വിഷയത്തിൽ ഞങ്ങൾ സെമിനാർ നടത്തുമ്പോൾ, ഞങ്ങൾ സമ്മേളനം നടക്കുമ്പോൾ ഈ മുസ്ലിം സംഘടനകളുടെ മുഖ്യധാരയിൽ നിൽക്കുന്ന എല്ലാ സംഘടനകളും അവരുടെ ഏറ്റവും സമുന്നതമായിട്ടുള്ള നേതൃത്വത്തെ ഞങ്ങളുടെ പക്കലേക്ക് ഞങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി അയച്ചു എന്നുള്ളത് ഇതിൽ ആർക്കാണ് ക്രെഡിബിലിറ്റി ഉള്ളത് ഇതുപോലുള്ള വിഷയങ്ങളിൽ എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ആരാണ് മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ രാജ്യം മുഴുവൻ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആരാണ് ഈ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കടകൾ തുറക്കാനുള്ള പരിമിതമായിട്ടുള്ള ദൗത്യം ഏറ്റെടുക്കാനുള്ള കരുത്തുള്ളത് എന്നുള്ളത് ഇവിടുത്തെ മുഖ്യധാര മുസ്ലിം സംഘടനകൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ള കാര്യമാണ്. ഞാൻ തിരിച്ചൊറ്റ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കട്ടെ. അദ്ദേഹം മുസ്ലിം പ്രാതിനിധ്യത്തെക്കുറിച്ചും അവരുടെ റെപ്രസെൻറ്റേഷൻ കുറയുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. കേരളത്തിലെ മന്ത്രിസഭയിലെ മുസ്ലിം പ്രാതിനിധ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിന് ആർജവുണ്ടോ? കേരളത്തിലെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം 21 ക്യാബിനറ്റ് പോസ്റ്റുകൾ ഉള്ളതിൽ 3 മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്നു ഈ അടുത്ത കാലം വരെ. ഇപ്പോൾ അത് 2ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയാൻ തയ്യാറുണ്ടോ? 10% താഴെയാണ് കേരളത്തിലെ ക്യാബിനറ്റിൽ മുസ്ലിം പ്രാതിനിധ്യം എന്ന് ഒരു വാദം അങ്ങോട്ട് മുന്നോട്ട് വെച്ചാൽ മറ്റു പല കമ്മ്യൂണിറ്റികളും ഏതാണ്ട് 50%-ഓളം ക്യാബിനറ്റ് പ്രാതിനിധ്യം കൈയാളുന്നു എന്നുള്ള കണക്കുകൾ അങ്ങോട്ട് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോൾ അവരെ ചെറിയിപ്പിക്കുകയാണ്. അവർക്ക് അനുകൂലമായിട്ടുള്ള കണക്കുകൾ പറയും, അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അടർത്തിയെടുത്ത് പറയും. ഇതൊന്നും ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള സമഗ്രമായിട്ടുള്ള ചർച്ചയ്ക്ക് അനുരൂപമായിട്ടുള്ള കാര്യമല്ല. ഞങ്ങൾ പറയുന്നു, ഇതാ മുസ്ലിം ലീഗിൻ്റെ MP-മാർ ലോക്സഭയിലും രാജ്യസഭയിലും കൂടി
പരിഗണിക്കുമ്പോൾ മുൻപുള്ളതിനേക്കാൾ ഒരു MP വർദ്ധിക്കുന്ന സാഹചര്യമാണ് UDFിൻ്റെ ചർച്ചകളിലൂടെ ഉണ്ടായിരിക്കുന്നത്. അത് മുസ്ലിം റെപ്രസെൻറ്റേഷൻ വർദ്ധിപ്പിക്കണം എന്നുള്ള രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടി ഭാഗമായിട്ട് UDF നേതൃത്വം കൂട്ടായി എടുത്ത തീരുമാനമാണ്. സോഷ്യൽ മീഡിയയിൽ അണികൾക്ക് പല അഭിപ്രായം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് വൈകാരികമായിട്ടുള്ള അഭിപ്രായം തീരുമാനം വരുന്നത് വരെ പല ഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് ആളുകൾ എടുക്കും. അതിനെയൊക്കെ ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റിൽ നമ്മൾ ഉൾക്കൊള്ളുന്നു, ആ വികാരത്തെ ഉൾക്കൊള്ളുന്നു. അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക്, ഒരു സമവായത്തിലെത്തുമ്പോൾ അതിനെ ആവേശപൂർവ്വം മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും മുഴുവൻ അണികളും ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് മലപ്പുറത്തെയും പൊന്നാനിയിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി അവിടെ UDF ഒറ്റക്കെട്ടായി ഇന്ന് വൈകുന്നേരം തൊട്ട് തന്നെ പ്രചരണ രംഗത്ത് ഇറങ്ങുന്ന ആവേശകരമായിട്ടുള്ള കാഴ്ച മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ കുത്തിത്തിരിപ്പ്, ഇവർ BJPക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ മൃദു ഹിന്ദുത്വം പോലുള്ള തെറ്റായ ടെർമിനോളജികളിലൂടെ അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഈ വ്യാജമായിട്ടുള്ള പ്രിമൈസസ്, ഇതിനെ അംഗീകരിക്കുന്ന ആളുകളല്ല കേരളത്തിലെ പൊതുസമൂഹമെന്ന് അവർ എത്ര തിരിച്ചടി കിട്ടിയിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം. ശരി, എന്തായാലും